ഇതൊരു സ്പിരിച്വൽ വേദിയാണല്ലോ. വേദപുസ്തകത്തിൽ മൈഗ്രേഷനെ പറ്റി പറയുന്നു. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മുന്നോട്ട് പറഞ്ഞു പോകുമ്പോൾ ഇത് സഭയെ എങ്ങനെ സ്വാധീനിക്കുന്നു, കുടുംബങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അതിനു മുമ്പ് വേദപുസ്തകത്തിൽ മൈഗ്രേഷൻ ഉണ്ട്, വിവിധ സ്ഥലങ്ങളിലുണ്ട്. വേദപുസ്തകം നമ്മൾ ഉൽപ്പത്തി തൊട്ട് പഠിക്കുമ്പോൾ തന്നെ ഒരു ബുക്ക് ഓഫ് മൈഗ്രേഷൻ തന്നെ വേണമെങ്കിൽ പറയാം. എല്ലാ യാത്രകളും അബ്രഹാമിനെ നോക്കിക്കേ, ഒരു ദൈവവിളി ഒരു യാത്രയാണ്. കാണിപ്പാനിരിക്കുന്ന ദേശം. അതെ. ലോത്തിനെ നോക്കിക്കേ, ശരിക്കും ഒരു ദയനീയമായ ഒരു കുടുംബത്തിന്റെ യാത്രാചിത്രമാണ് ലോത്തിന്റെ ചിത്രം. അതുപോലെ തന്നെ റിബേക്കയെ നോക്കിയേ, കല്യാണം കഴിച്ചപ്പം അവളൊരു വീട്ടിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് വീണ്ടും ഒരു യാത്രയാണ്. ജോസഫിനെ നോക്കിക്കേ, മനുഷ്യക്കടത്തിന്റെ ഒരു മൈഗ്രേഷൻ അവിടെയുണ്ട്. സഹോദരന്മാർ വിറ്റിട്ട് തന്നെ ഒരു മനുഷ്യക്കടത്ത് പോലെയാണ്. ഈ നവോമിയും രൂത്തിനെ നോക്കിക്കേ, ഒരു ദരിദ്രമാകുന്ന സാഹചര്യങ്ങൾ അവരെ ഒരു മൈഗ്രേഷനിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. എസ്തറിനെ നോക്കിക്കേ, ഒരു അനാഥ പെൺകുട്ടിയുടെ ഒരു മൈഗ്രേഷൻ നമുക്ക് കാണാൻ കഴിയും. സോ വേദപുസ്തകത്തിൽ പുതിയ നിമിത്തം നോക്കിയാലും ശിഷ്യന്മാരുടെ ജേർണി ഒക്കെ നമ്മൾ നോക്കുമ്പോൾ അറിയാം, വലിയ മൈഗ്രേഷൻ അല്ലേ? അതെ. പക്ഷേ ഇതിനകത്തൊരു ക്രിസ്തു ശിഷ്യൻ തിരിച്ചറിയേണ്ട കാര്യം, ഈ ഗ്രേറ്റ് കമ്മീഷൻ പോലെ കാണേണ്ട ഒരു കാര്യമാണ് ഗ്രേറ്റ് മൈഗ്രേഷനും. എവിടെ പോയാലും നെവർ എവർ കോംപ്രമൈസ് ദ കോളിംഗ് ഓഫ് ഗോഡ്. ഞാൻ എപ്പോഴും ചെറുപ്പക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, ഇപ്പം ഈ ഇടയ്ക്കൊക്കെ നമ്മൾ എപ്പോഴും ക്യാമ്പിൽ കാണുന്ന ഒരു സംഭവമാണ്, എന്റെ പ്ലാൻ ചാച്ചാ ജർമ്മൻ പഠിക്കുക എന്ന് പറയും. അപ്പൊ ഞാൻ എപ്പോഴും അവരോട് പറയുന്നത്, എന്റെ ഫസ്റ്റ് പ്രൈമറി റെസ്പോൺസ് ഇങ്ങനെ, മോനെ ഈ ഹെർമൻ ഗുണ്ടർട്ട് എന്ന് പറഞ്ഞ ഒരാൾ ജർമ്മനിയിൽ നിന്ന് ഇവിടെ വന്നു, സ്റ്റുഗാർട്ടിൽ നിന്നാണ് വന്നത്. BMW പല എനിക്കൊന്ന് വാഹന വിപണികളൊക്കെ ഉള്ള സ്ഥലത്ത് ഇവിടെ വന്നേ. ലുക്ക് അറ്റ് ദി കമ്മിറ്റ്മെന്റ് ഓഫ് ദാറ്റ് ഗായ്. ഒരുപക്ഷെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും പോകുന്നത്, പക്ഷെ നെവർ എവർ കോംപ്രമൈസ് യുവർ ടൈം. ശിഷ്യൻ എന്ന റെസ്പോൺസിബിലിറ്റി മറക്കില്ലെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്.